ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണുള്ളത്. ഞാൻ ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാര്യം ഇന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ബുള്ളിഷ് പിയേസിംഗ് എന്ന് പറയും. ദാറ്റ്സ് ബുള്ളിഷ് പിയേസിംഗ്. കാര്യം ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് തൊട്ട് മുമ്പത്തെ ക്യാൻഡിലിൻ്റെ പകുതിയുടെ മുകളിലാണ്. അതുകൊണ്ടാണ് പിയേസിംഗ് എന്ന് പറയാൻ കാര്യം. ഇന്നത്തെ ക്യാൻഡിലിൽ വോളിയം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഇന്നത്തെ നൈറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 2S ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് വലിയ പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. ശരിക്കും 2S ഹൈ ആണ്. നോക്കൂ, ക്യാൻഡിൽ ഹൈ വന്നിരിക്കുന്നത് 23,555 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹൈ വന്നേരി 23,565 2S ഹൈയിൽ ക്ലോസ് ചെയ്തു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആക്ച്വലി. സോ നിഫ്റ്റി ബേസിക്കലി നമ്മൾ പറയാനാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് കിടന്നിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിലാണ് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു ഡക്കിനെ ക്രോസ് ചെയ്യണമെങ്കിൽ പല രീതിയിലുള്ള കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഡക്കിനെ ക്രോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് വലിയൊരു കാര്യമാണ് ശരിക്കും. അത് അതിൻ്റെ സമയം എടുക്കും. മുകളിലേക്ക് പോകണമെങ്കിൽ താഴത്തേക്ക് പോകുമ്പോൾ നിഫ്റ്റി മുകളിലേക്ക് പോകുന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളും അറ്റ് പ്രസന്റ് നമുക്കൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം ഡക്ക് മാത്രമല്ല, നമ്മൾ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്ത് പോകണം. ട്രെൻഡ് ലൈൻ ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് പോകണം. ക്രോസ് ചെയ്താൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് നിഫ്റ്റി കയറത്തുള്ളൂ. സോ ഇതൊക്കെ വരും ദിവസങ്ങൾ സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് മുൻകൂട്ടി പ്രവചനമൊന്നുമില്ല. മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് നമ്മുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇന്നത്തെ നിഫ്റ്റിയിൽ നമുക്കൊരു പ്രൈസ് ആക്ഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇന്നത്തെ നിഫ്റ്റി ട്രേഡ് എടുക്കേണ്ടതായിരുന്നത്. ജസ്റ്റ് ഞാൻ നമ്മുടെ കയ്യിൽ ഡെയിലി ക്യാൻഡിൽ ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് തൽക്കാലത്തേക്കുള്ള റെസിസ്റ്റൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതാണ് റെസിസ്റ്റൻസ്. സോ നമ്മളെ സംബന്ധിച്ച് ഇത് ഫ്യൂച്ചറാണ്. ഞാൻ ഈ ക്യാൻഡിൽ ബേസിലാണ് കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. ഇതാണ് സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്കറിയില്ല നിഫ്റ്റി ഏത് ലെവലിലേക്ക് പോകും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. സോ ഇതൊരു സപ്പോർട്ട് ലൈനാണ് ശരിക്കും. സോ വേണമെങ്കിൽ നമുക്ക് ഈ ലെവലൊരു സപ്പോർട്ട് ലൈനാണ്. ഇത് ഫ്യൂച്ചർ ക്യാൻഡിലാണ്. നമുക്ക് വേണമെങ്കിൽ റൈറ്റിലേക്ക് വരച്ചിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദെൻ വീൽ മൂവ് ടു 50 മിനിറ്റ്സ് ചാർട്ട്. 15 മിനിറ്റ് ചാർട്ടിലേക്ക് നമ്മൾ കടന്നു. 15 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ കാണേണ്ട സംഗതികൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, സോ നമ്മളെ സംബന്ധിച്ച് ഇതാണ് ഇന്നത്തെ ക്യാൻഡിൽ. സോ ഇന്നത്തെ ക്യാൻഡിൽ വേറെ ലോ പി സോൺ, ലോ പൊളാരിറ്റി സോൺ വരെ ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇതൊരു എൽ പി സോണാണ്. ഇതൊരു എൽ പി സോണായിട്ട് വർക്ക് ചെയ്യും. സോ ഈ സോൺ നമുക്കൊന്ന് നോട്ട് ചെയ്തിടാം. ഇതൊരു ലോ പൊളാരിറ്റി സോണാണ്. ഇതും നമുക്ക് നീട്ടിയിടാം. ഇത് ഏകദേശം ഈ വിക്ക് വരെ നമുക്ക് നീട്ടിയിടാം. ഈ വിക്കാണ്, ഇതാണ് കറക്റ്റായിട്ട് ലെവൽ. ആ വിക്ക് വരെ നമുക്ക് നോട്ട് ചെയ്യണം. ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാം. സോ സോൺ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ ഇട്ടേക്കാം. ഇത് 15 മിനിറ്റ്സിലെ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈനിൽ നിട്ടത് ശരിക്കും. സോ എൽ പി സോണാണ് ഇതൊക്കെ. സോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ ഒരു 15 മിനിറ്റ്സിലെ സപ്പോർട്ട് സോണിനെ നമുക്ക് ഒരു കളർ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഗോൾഡൻ കളർ കൊടുക്കാം. സോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഡിഫറെൻറ്റ് കളർ കൊടുക്കാം. ഒരു ഗ്രീൻ കളർ കൊടുക്കാം, ബ്ലൂ കളർ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സോണും നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കാം. സംതിങ് അറൗണ്ട് ഈ ഒരു ബ്ലൂ കളർ കൊടുക്കാം. സോ ദിസ് ഈസ് കൺഫേം. നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം. 50 മിനിറ്റ്സ് ഈ ഭാഗത്തൊരു സപ്പോർട്ട് സോൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ നമ്മൾ ഇത് ഫ്യൂച്ചറാണ്, ഇത് പാസ്റ്റാണ്. അപ്പം ഇതും കൂടെ നമ്മൾ നോട്ട് ചെയ്തിടണം. ഈ ഒരു സപ്പോർട്ട് സോണും കൂടെ നമ്മൾ നോട്ട് ചെയ്തിടണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള അനാലിസിസ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് നമുക്ക് ലെഫ്റ്റിലേക്ക് വരച്ചിടാം. സോ ഇതാണ് ഇതും നമുക്ക് റൈറ്റിലേക്ക് വരച്ചിടാം. വരച്ചിടാൻ നമുക്ക് നഷ്ടമൊന്നുമില്ല. കഴിഞ്ഞു. സോ കംപ്ലീറ്റ് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് നിഫ്റ്റിയിലേക്ക് കടക്കുകയാണ്. നോക്കൂ, ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് തേർഡ് ക്യാൻഡിൽ ഹിറ്റ് ചെയ്തെന്താണ്, പ്രീവിയസ് സപ്പോർട്ട് സോൺ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ലോ ഓഫ് പൊളാരിറ്റി. പ്രീവിയസ് സപ്പോർട്ട് സോൺ സപ്പോർട്ടിൽ നിന്നും താഴെ പോകുമ്പോൾ പിന്നെ തിരിച്ചു കയറുമ്പോൾ അത് ലോ പൊളാരിറ്റി എന്ന് പറയും. റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തു, നിഫ്റ്റി താഴത്തേക്ക് വന്നു. താഴെ എന്താ സംഭവിച്ചത്? നമ്മൾ ആ സപ്പോർട്ട് സോണിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തെന്ന് മാത്രമല്ല, ഇത് നല്ലൊരു ഹാമർ ക്യാൻഡിലാണ്. സംതിങ് ലൈക്ക് എ ബുള്ളിഷ്, എന്താ പറയണ്ടേ, ഒരു പിയേസിംഗ് എന്നൊക്കെ വേണം നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ പകുതിയിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ക്യാൻഡിലും സ്ട്രോങ് ക്യാൻഡിലും നമുക്ക് കിട്ടിയത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റി വീക്ക്നെസ് കാണിച്ച ലെവൽ എന്ന് പറയുന്നത് 23,415 നിഫ്റ്റി ഹിറ്റ് ചെയ്ത് 9.25 തിരിച്ച് ഈ ലെവലിൽ 9.55 നിഫ്റ്റി സ്ട്രെങ്ത് കാണിച്ചു. തിരിച്ച് താഴെ നിന്നും ആ ക്യാൻഡിലേക്ക് സ്ട്രെങ്ത് കാണിച്ചു. ശരിക്കും നമുക്കിവിടെ വലിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. 5 മിനിറ്റ്സിലെ നമ്മളൊരു സപ്പോർട്ട് വരയ്ക്കുവാണെങ്കിൽ ഇതൊരു 5 മിനിറ്റ് സപ്പോർട്ട്, 5 മിനിറ്റ്സിലെ ലെവലാണിത്. നോക്കും, ഈ 5 മിനിറ്റ്സിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിയിട്ട് ഈ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട് ഈ ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്ത് നിഫ്റ്റി താഴെ പോയി. തിരിച്ചു കയറുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ 5 മിനിറ്റ് ലോ പൊളാരിറ്റിയാണ്. 5 മിനിറ്റ് ലോ പൊളാരിറ്റി മീൻസ് 5 മിനിറ്റ്സിൽ സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ആക്ട് ചെയ്തു. തിരിച്ച് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു. ഇതാണ് ഫസ്റ്റ് ബ്രേക്ക് കൊടുത്ത ലെവൽ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെവലിലെ ഫസ്റ്റ് സ്ട്രെങ്ത് ഇവിടാണ് ഡെവലപ്പ് ചെയ്തത്.
ഇവിടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തിട്ട് ആ സ്ട്രെങ്തിൻ്റെ കൺഫർമേഷൻസ് ആണ് ഈ 2 ക്യാൻഡിൽ നമുക്ക് കിട്ടിയത്. കാര്യം ഇവിടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് നിഫ്റ്റി താഴത്തേക്ക് വന്നില്ല, വീണ്ടും ഇവിടെ ഒന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്തില്ല, പകരം അവിടെ തന്നെ സപ്പോർട്ട് സ്റ്റേ ചെയ്തു. അടുത്ത ക്യാൻഡിൽ ഈ ക്യാൻഡിൽ കാലം മേളിലാണ് ക്ലോസ് ചെയ്തത്. അതിൻ്റെ താഴെ സ്ട്രോങ് വീക്ക് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ബയേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. സ്ട്രോങ് വീക്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ സ്ട്രോങ് വീക്കാണ് ഇത് ബയേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് വീണ്ടും ഈ ക്യാൻഡിൽ തിരിച്ച് ഈ സപ്പോർട്ട് സോണിലേക്ക് വന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. കാര്യം തൊട്ട് മുമ്പിൽ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ എപ്പോഴും സേഫ്. റെസിസ്റ്റൻസ് എന്ന് അകന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏറ്റവും സേഫായിരിക്കുന്ന സമയത്തോടെ നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് ട്രേഡ് ഇല്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് അനാലിസിസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ സ്ട്രെങ്ത്തിനെ നമ്മൾ കണ്ടു. നേരെ തിരിച്ച് പ്രീവിയസ് സപ്പോർട്ട് സോൺ റെസിസ്റ്റൻ്റ് ആയ സോണാണ് തിരിച്ച് കയറുമ്പോൾ റെസിസ്റ്റൻ്റ് ആയ സോണിൽ നമ്മൾ തിരിച്ച് വീണ്ടും നിഫ്റ്റി കയറിയ ശേഷം ഫസ്റ്റ് ബ്രേക്കൗട്ട് ഈ ക്യാൻഡിലാണ് ബ്രേക്കൗട്ട് കൊടുത്തത്. ഇതാണ് ഫസ്റ്റ് ബ്രേക്കൗട്ട് ക്യാൻഡിൽ. ആ ക്യാൻഡിൽ സോണിൻ്റെ മേളിൽ ക്ലോസ് ചെയ്തു. വീക്കുണ്ട്. അടുത്ത ക്യാൻഡിൽ ഇതാണ് പക്ക ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ അതിന് മേളിൽ ക്ലോസ് ചെയ്തു. അതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്തു. ദാറ്റ് മീൻസ് ദിസ് ഈസ് അവർ എൻട്രി. ഈ എൻട്രി ചെയ്യുമ്പോഴുള്ള പ്ലസ് പോയിന്റ് എന്താ? ക്ലോസിങ് 23,460 ആണെങ്കിൽ ആ ക്യാൻഡിൽ തൊട്ടതാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഈ ലെവലിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഈ 2 ക്യാൻഡിലിലെ ലോയുടെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 23,460 നിങ്ങൾ എൻട്രി ചെയ്താൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 23,433 ആണ്. 27 രൂപയുള്ള നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിവാർഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 55 റുപ്പീസ്. 23,460 പ്ലസ് 55 എന്ന് പറയുന്നത് 23, 515, 520 പോയിന്റ് നോക്കാം. നെക്സ്റ്റ് ലെവലിൽ വീണ്ടും റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഈ ക്യാൻഡിൽ ശ്രദ്ധിക്കണം. ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്ലോസിങ്ങും എന്താ പറയുക ഹൈയോട് ചേർന്ന് ക്ലോസ് ചെയ്ത്. ഹൈ 23,486 ആണ്. ക്ലോസിങ് 23,485 ആണ്. ഹൈയോട് ചേർന്ന് ക്ലോസ് ചെയ്ത ക്യാൻഡിലിൽ വോളിയമുണ്ട്. ഇത് വോളിയം വീണ്ടും ബയർ ഇൻട്രസ്റ്റിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മളിവിടെ മേടിച്ച നമുക്കിവിടെ ഓൾറെഡി എത്രയാ 25 പോയിൻറ്റ്സ് ഇവിടെ കയറി കഴിഞ്ഞു. നമുക്കിനി 25 കൂടെ കിട്ടിയാൽ നമ്മൾ സേഫായി. അടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിൻ്റെ മേളിൽ ക്ലോസ് ചെയ്തു. ആ ക്യാൻഡിലിൻ്റെ മേളിലും താഴെ വിക്കുണ്ട്. ഇവിടെ സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സ്റ്റോക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് കറക്റ്റ് അതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്തു. കാര്യം താഴെ ബയർ സ്ട്രോങ് ആണ്. താഴത്തെ വിക്ക് കാണിക്കുന്ന ബയറിൻ്റെ സ്ട്രെങ്ത്തിനെയാണ്. അവിടെയും വോളിയമുണ്ട്. മനസ്സിലായി? അവിടെയും വോളിയമുണ്ട്. അതിനുശേഷം വന്നാൽ അതിനുശേഷം 2 ക്യാൻഡിൽ ജസ്റ്റ് പുൾ ബാക്ക് ക്യാൻഡിൽസ് ആണ്. വലിയ കഥയൊന്നുമില്ല ഈ 2 ക്യാൻഡിൽസ്. കാര്യം ആ 2 ക്യാൻഡിലും നമുക്ക് വോളിയം ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ അനാലിസിസ് വെച്ച് നമ്മൾ ഏത് സ്റ്റോക്കിനെ നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്കിനെ ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും എന്തിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കയറിയാൽ നിങ്ങൾക്കത് ഈ ക്യാൻഡിൽ നിങ്ങൾ ഇറങ്ങിയാൽ പോലും നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽ 23,540 ആണ്. നിങ്ങളുടെ പ്രോഫിറ്റ് 23,510, 515 പ്രോഫിറ്റ് ഇടുക നിങ്ങൾ 21,540 ഇവിടെ നിങ്ങൾ കയറിയത് 23,460 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ 80 പോയിന്റ് കിട്ടിക്കഴിഞ്ഞ ക്ലോസിങ് ടൈമിൽ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് പ്രൈസ് ആക്ഷൻ വെച്ച് എവിടെയൊക്കെ നമുക്ക് എൻട്രിയുടെ സാധ്യതയുണ്ടോ സാധ്യതകൾ മനസ്സിലാക്കുന്നത് ഓരോ ക്യാൻഡിലും കാണിക്കുന്ന സൈക്കോളജി മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നത്. എനിവേ ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. വലിയൊരു വീഡിയോ ആക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂം സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ അതിൻ്റെ സൂമിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് 1 മണിക്കൂറുണ്ടോ 2 മണിക്കൂറോടെ സംസാരിച്ചുകൊണ്ടൊന്നും ഇത് പഠിക്കാൻ സാധിക്കത്തില്ല. കാര്യം പ്രൈസ് ആക്ഷൻ 45-50 വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ മാർക്കറ്റിൽ പ്രൈസ് ആക്ഷനാണ് ഏറ്റവും വലുത്. ഇൻഡിക്കേറ്റർക്കാൾക്ക് വലുത് പ്രൈസ് ആക്ഷനാണ്. ദാറ്റ് മീൻസ് ക്യാൻഡിലും വോളിയം തമ്മിലുള്ള സൈക്കോളജി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ലോങ് ടൈം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള വലിയൊരു സത്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.